നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങാൻ പോകുന്നു. ഒരു 6 മാസത്തിനകം വയനാട്, പാലക്കാട് കൂടാതെ ചേലക്കര എന്നീ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും വിജയിക്കണ്ടേ? തെരഞ്ഞെടുപ്പിൽ പാടെ പരാജയപ്പെട്ടു പോയ അല്ലെങ്കിൽ അൻപേ പരാജയപ്പെട്ടു പോയ CPM-ന് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടിലോ ചേലക്കരയിലോ, അല്ലെങ്കിൽ വയനാട്ടിൽ എന്തായാലും നടക്കില്ല, പാലക്കാടിൽ അല്ലെങ്കിൽ ചേലക്കരയിൽ ആ ചെങ്കൊടി ഒന്ന് പാർപ്പിക്കണ്ടേ? അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് എങ്ങനെ പിടിക്കാം? പാലക്കാട് പിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് CPM. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ വിമതനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ട്, AV ഗോപിനാഥ്. AV ഗോപിനാഥിനെ മത്സരിപ്പിക്കുവാനുള്ള ആലോചനകൾ ഇപ്പോൾ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഗോപിനാഥിനെ പോലൊരാൾ മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് CPM-ൻ്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് CPM നേതാക്കൾ ചർച്ച നടത്തിയതായിട്ടൊക്കെ AV ഗോപിനാഥൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള നിലപാടിലേക്ക് AV ഗോപിനാഥ് എത്തുന്നു. നിങ്ങളെ നിർത്തിയിട്ടല്ലേ നിങ്ങൾ മത്സരിക്കാൻ? ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഇപ്പോൾ മത്സരിക്കാനില്ലാത്തത് എന്ന് ഗോപിനാഥൻ പ്രതികരിക്കുന്നു. ഗോപിനാഥൻ ഇങ്ങനെ പ്രതികരിക്കാനേ കഴിയൂ. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പെരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. പാലക്കാട് നഗരസഭ BJP-യാണ് ഭരിക്കുന്നത്. മാത്തൂരും പെരിയാരും UDF-നാണ് ഭരണം. കണ്ണാടിയിൽ മാത്രമാണ് CPM-നാകെ ഭരണമുള്ള ഒരേ ഇടം. പാലക്കാട് മണ്ഡലത്തിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് CPM എന്ന് പറയാം. സംഘടനാപരമായും പാർട്ടി പാലക്കാട് ശക്തമല്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനം മാത്രമാണ് CPM-ന് നേടാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതാണ് സാഹചര്യം എന്നിരിക്കെ CPM ഒരു കരുത്തനെ നിർത്തിയാൽ മാത്രമേ BJP വിരുദ്ധ വോട്ടുകൾ വിഘടിക്കും. അത് BJP-ക്ക് പാലക്കാട് ഗുണകരമാവുകയും ചെയ്യും. BJP-യെ വിജയിപ്പിക്കുവാൻ CPM ശ്രമിക്കുമോ, അതോ ഇത്തവണയും പാലക്കാട് കോൺഗ്രസിനെ സഹായിക്കുമോ എന്നാണ് കാത്തിരുന്ന് അറിയേണ്ടത്. അതേസമയം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസും. ഒപ്പം തന്നെ BJP-യും അവരുടെ സ്ഥാനാർത്ഥികളും വരാൻ പോകുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. മുൻ തൃത്താല MLA ആയിട്ടുള്ള VT ബൽറാമിൻ്റെ ചർച്ചകൾ വന്നുവെങ്കിലും അത് ഉണ്ടാകില്ല. ഇത്തവണ എന്തായാലും അദ്ദേഹം എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചു പിടിക്കുവാൻ ഒരു ശക്തനെയാണ് ഇറക്കേണ്ടത്. അതുകൊണ്ട് എന്തായാലും ഉണ്ടാകില്ല. അതുപോലെ തന്നെ BJP-യുടെ ആലോചനയും ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് BJP-ക്കുള്ളിൽ ചർച്ചയാകുന്നത്. മത്സരിച്ചെടുത്തെല്ലാം വോട്ട് ഉയർത്താൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളതും, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ശ്രീധരൻ നേടിയ 2-ാം സ്ഥാനവും 1-ാം സ്ഥാനമാക്കാൻ ശോഭയ്ക്ക് കഴിയുമെന്നുള്ള ഒരു പ്രത്യേകതയുമൊക്കെ പ്രതീക്ഷയുമൊക്കെ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും AV ഗോപിനാഥിനെ CPM പാലക്കാട് പിടിക്കാൻ വേണ്ടി തന്ത്രം മെനഞ്ഞു കൊണ്ടുവന്നാൽ 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാട് പിടിക്കുവാൻ ഇത്തരത്തിലൊരു നേതാവിനെ അല്ല അവിടെ ആവശ്യം. അവിടുത്തെ ജനങ്ങൾക്ക് പോലും കോൺഗ്രസിനെ ഇങ്ങനെ ചതിച്ചിട്ട് പാതി വഴിയിലിട്ടിട്ട് പോയ AV ഗോപിനാഥിനോട് ഒരു തരത്തിലുമുള്ള സഹതാപമില്ല. അങ്ങനെ സഹതാപമില്ലാത്തൊരു നേതാവിനെ CPM-കാർ എങ്ങനെ വിജയിപ്പിച്ചെടുക്കുവാനാണ്? അവിടെ വിജയിക്കാൻ പറ്റിയ മറ്റൊരു കാൻഡിഡേറ്റ് എന്ന് പറയപ്പെടുന്നത് M സ്വരാജാണ്. M സ്വരാജിനെ പാലക്കാട് നിർത്തി ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ CPM-ന് ചിലപ്പോൾ ഒരു ഗുണം കിട്ടിയേക്കാം. കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ C കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന BJP-യുടെ നേതാവിൻ്റെ ഒരു അപ്രമാദിത്യം എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലത്തിൽ BJP ഒന്ന് പിടിമുറുക്കിയാൽ വളരെ ശക്തമായിട്ടൊരു തിരിച്ചുവരവ് നടത്താൻ കഴിയുന്ന ഏക മണ്ഡലം കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. വേണമെങ്കിൽ BJP അരയും തലയും മുറുക്കി ഇറങ്ങും. ഒന്നുകിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ C കൃഷ്ണകുമാർ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥികൾ ഒന്ന് പരിശ്രമിച്ചാൽ, ഒപ്പം തന്നെ മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ടാകും. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ വേദികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടാകുന്ന കൂട്ടത്തിൽ വിജയിച്ചു കയറാൻ പറ്റിയ നേതാവ് എന്ന് പറയപ്പെടുന്ന ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ C കൃഷ്ണകുമാറുമാണ്. ഇവരെ നിർത്തിയാൽ മാത്രമായിരിക്കും BJP-ക്ക് അവിടെ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ കഴിയുക, അല്ലെങ്കിൽ തന്നെ വലിയൊരു മത്സരം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. മറ്റൊന്ന് കോൺഗ്രസ്സാണ്. കോൺഗ്രസിലേക്ക് എത്തപ്പെടുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും എത്തുക. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണെങ്കിൽ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് മത്സരം എന്നുള്ളത് വളരെ വലിയ മത്സരം, തീപാറുന്ന മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പകരം VT ബൽറാമിനെ വല്ലതും കോൺഗ്രസ് പരീക്ഷിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ BJP-ക്ക് അവിടെ വിജയിച്ചു കയറാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാവിലെ 7 മണിക്ക് മുൻപ് പരാജയപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും VT ബൽറാം എന്നുള്ളത് കൊണ്ട് VT ബൽറാമിനെ കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക കോൺഗ്രസ്. പകരം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരൂ. CPM M സ്വരാജിനെ നിർത്താൻ ശ്രമിക്കൂ. ഒപ്പം തന്നെ BJP ഇവർ രണ്ടുപേരിലാരെയും ശോഭാ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ C കൃഷ്ണകുമാറിനെയോ നിർത്തുവാനുള്ള ശ്രമം നടത്തൂ. എന്തായാലും BJP-ക്ക് ഗുണം ചെയ്യുന്ന ഒരു മണ്ഡലമായിരിക്കും പാലക്കാട് എന്നുള്ളതിൽ സംശയമില്ല.